ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിന് ടെൻഡർ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മൂസിൻ MLAയും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. 25 കോടി രൂപ ചിലവഴിച്ചാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപം നഗരസഭ വാങ്ങിയ 50 സെന്റ് സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു. മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. റവന്യൂ ടവർ നിർമ്മാണം യാഥാർത്ഥ്യമായ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം താലൂക്ക് ആശുപത്രിക്ക് നൽകാനാണ് ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പട്ടാമ്പിയിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പട്ടാമ്പിയിലെ റവന്യൂ ടവർ. നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിലെ ഏറ്റവും വലിയ ടവറായിട്ട് വരാൻ പോകുന്ന റവന്യൂ ടവറിൻ്റെ നിർമ്മാണത്തിന് മുന്നോടിയായിട്ടുള്ള ടെൻഡർ പൂർത്തീകരിക്കാൻ പോവുകയാണ്. 34,54,72,916 രൂപയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. 34 കോടി രൂപ. എന്നാൽ അതിൽ GST ഒഴിവാക്കിയിട്ട് 29,27,73,387 രൂപയാണ് ആക്ച്വൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വരിക. ബാക്കി GST കൂടെ കൂട്ടിയിട്ടാണ് 34,54,00,000 രൂപ വരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടുള്ള ടെൻഡർ ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. പട്ടാമ്പി മുനിസിപ്പാലിറ്റി നമുക്ക് നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് തന്നിരുന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടത്താനുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. 5 നിലകളിലായാണ് റവന്യൂ ടവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിലാവും നിർമ്മാണം നടക്കുക. കാലതാമസം കൂടാതെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.